കൊടുക്കുക. അപ്പോൾ കടുകും എണ്ണയും നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്തിന് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വറ്റൽമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിനി ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. ബീട്രൂട്ട് ഞാനിത് കത്തിയിൽ ഇത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തത് ഉടനെ തന്നെ ഞാനിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ അതേ അളവിൽ തന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മുടെ ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് ജീരകം ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ കൂടുതൽ ഇതിലോട്ട് ചേർക്കുന്നില്ല, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങ, സവാള ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ട് തോരനിൽ കുറയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കുറയ്ക്കുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും സംഭവമാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ ഞാനൊരു വലിയ ബീട്രൂട്ടാണ് എടുത്തത്. അപ്പോൾ അതിന് ഏതാണ്ട്